ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളതുപോലെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. മഴ വരുന്നതിന് 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ്. ചെറുതായിട്ടൊക്കെ മഴ ഉണ്ട് ആണ് കണ്ട, പുല്ലൊക്കെ വെച്ച് പിന്നെ മഴ വരും പോവും, ഇതൊക്കെ തന്നെ അവസ്ഥ കേട്ടോ. മുറ്റത്തൊക്കെ നന്നായിട്ട് പുല്ലൊക്കെ മുളക്കുന്നുണ്ടാകും. അപ്പോൾ ഞാൻ നല്ല ചെറുതൊക്കെ ആയ കാണുന്നില്ല, നമുക്കിന്നെ പിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. എന്നാലും കുറേശ്ശെ അടിക്കുമ്പോൾ ഇതാക്കി കളയാൻ അത്രയും പോവില്ല. പിന്നെ എനിക്കങ്ങനെ കുറേ നേരം അങ്ങനെ കുഞ്ഞു നിട്ടൊന്നും പറിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ മുത്തൊക്കെ ചീത്ത അറിയും ഈ അതറ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ ഉള്ള ഒരു ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, വീഡിയോ കാണുന്ന കൂട്ടരൊക്കെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ച് കാലിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതെന്ന് നമുക്ക് മുള്ളാത്ത കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരും. അപ്പോൾ ഞാനവിടെ മുറ്റടിക്കുന്ന സമയത്തിന് മുത്ത് പോയിട്ട് മുള്ളാത്ത പൊട്ടിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് മുല്ലെല്ലാം ചെറുതാണ്. ഞാൻ മുന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മുന്നൊക്കെ ഈ മുള്ളാത്ര ജ്യൂസൊക്കെ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല വലുതായിരുന്നു, നല്ല ശരുവിനെ ഈ എക്കൊന്നും ഇല്ലാണ്ട് ഉണ്ടാവില്ലേ, എക്ക് നല്ല പറയുക, അങ്ങനെ കുഴിയൊന്നും ഇല്ലാണ്ട് നല്ല ചക്കയായിരുന്നു. പക്ഷെ എനിക്ക് 1-2 അങ്ങനത്തെ കിട്ടിയതിന് ശേഷം പിന്നെ ആൾക്കാരെ പ്രാക്കോ എന്താണെന്ന് അറിയാൻ വയ്യ. ഇപ്പോൾ കുറേ ഉണ്ട്, ഉള്ളതൊക്കെ ഇങ്ങനെ ചെറുതായി വരിക. പിന്നെ ഇങ്ങനെ കറുപ്പ് കളർ, എല്ലാത്തിലും കറുപ്പ് കൂത്താട്ടോ. അപ്പോൾ കേട് വരികയാണ്. ഒരു സൈഡ് കേടുണ്ടാവും, ഒരു സൈഡ് നല്ലതായിരിക്കും. പക്ഷെ നല്ല സാധനമായതുകൊണ്ട് ഞങ്ങൾക്കാർക്കും കളയാനും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലത് കിട്ടി, ചെറിയ ഭാഗം കുറച്ച് നല്ല ഉണ്ടെങ്കിൽ അതെടുത്ത് കളയൂട്ടോ. പിന്നെ കൊത്തിയതൊന്നും അല്ലല്ലോ, അങ്ങനെ പുഴു വന്ന് കേട് വന്നത് അങ്ങനത്തെ ഒന്നുമല്ല. ഇതെന്തോ ഒരു പ്രാക്ക് കിട്ടിയിട്ട് പോലത്തെ ഒരു സംഭവമാണ്, അങ്ങനെ എന്താണ്. അപ്പം ഞങ്ങളെടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ചെടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് മുത്തുവിൻ്റെ പ്രഹസനാണിത്. അപ്പോൾ എൻ്റെ പറമ്പിൽ നിന്ന് ഞങ്ങൾക്ക് ചെറിയൊരു കഷ്ണം, ഇവിടെ മുന്നേ കുറേ ചെടി ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഗൾഫിൽ പോയ കാരണമൊക്കെ നിർത്തി വെച്ചതായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടൊക്കെ ഇട്ട്. ഇപ്പോഴും ചെടിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ വയ്യ, അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ കുറച്ച് ചെടി ഇങ്ങനെ അവിടെ ഇടയ്ക്ക് ഞങ്ങൾ കുറേശ്ശായിട്ട് ഇപ്പോൾ ഇങ്ങനെ വെച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചെടി വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നിന്ന് കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സ്റ്റെപ്പുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ടോ താഴത്ത് ഇത് വെച്ചിരിക്കുന്നത്, അടിയിലുള്ള അത് വെച്ചിട്ട് ചവിട്ടിലുമ്മ ചെടി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോകട്ടോ. ഞങ്ങൾക്ക് ബീഫ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ഇന്ന് പിന്നെ വെട്ടിക്കൂട്ട് അറിയില്ലേ, എന്താ എല്ല് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഫുഡ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനോട് മുത്തുവിന് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര കാര്യമൊക്കെ അധികം നോർമൽ നല്ല ബീഫിനോട് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇക്ക ഉണ്ടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ എൻ്റെ ഇക്ക ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിലാട്ടോ കയറിയത്. ഇക്ക ഉണ്ടെങ്കിൽ അവിടെ തന്നെ അവിടെ നിന്ന് മാറി കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇക്കാക്കുണ്ട് പിന്നെ ബീഫൊക്കെ വാങ്ങാൻ കൂടുതൽ അറിയുകയൊക്കെ ചെയ്യുക. മുത്തുവിന് നന്നായിട്ട് അറിയാം കേട്ടോ, പക്ഷെ മുത്തുവിൻ്റെ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും വല്ലാണ്ട് അറിയണ്ട. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ട് പെരുമ്പിലാവ് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട്. അപ്പോൾ ഇത് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ മുത്തോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇക്കാനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ വീണ്ടും ചെടി കണ്ടു കേട്ടോ. ആ സെയിം ചെടി ഞങ്ങൾ നേരത്തെ കുഴിച്ചിട്ട് എൻ്റെ ചെറുതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വലുത് പറമ്പിൽ കണ്ടപ്പോൾ അത് പൊട്ടിച്ച്. അപ്പോൾ വീണ്ടും മുത്ത് ഡോറെടുക്കാൻ നോക്കുമ്പോൾ വേറെന്തോ സാധനം കണ്ടിട്ട് അതെടുക്കാൻ പോവായിരുന്നു. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞിട്ട് അതെടുക്കാൻ പോകണ്ട, ആരെങ്കിലും കാണും. പക്ഷെ ഇത് ആരുടെയും പറമ്പല്ല കേട്ടോ. ഇതിങ്ങനെ നമ്മളിവിടെ അങ്ങനെ എന്താ പറയുക, ഒരാളുടെ ഇപ്പം ഞങ്ങളുടെ പറമ്പിൽ നമ്മൾ കുഴിച്ചിട്ട് അതുപോലെ ഇല്ല കേട്ടോ. ഇതിങ്ങനെ ആരുടെ ഏതോ ഒരു വ്യക്തിയുടെ പറമ്പാണ്, ഇങ്ങനെ വഴിയിലുള്ള ഇങ്ങനെ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ നമ്മൾ ചെടി കണ്ടലൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പൊടിച്ചിട്ട് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മെത്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെത്തൽ എന്നല്ല, കുറേ ചെറിയ ചൂടൊക്കെ
അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഇതൊക്കെ മസാലയൊക്കെ അരച്ച് അടുപ്പത്ത് വെച്ചിട്ട് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറിക്ക് വലിയ ഇതില്ല, എല്ലാവർക്കും പൊരിച്ച മീനോടെയൊക്കെ താല്പര്യം. അപ്പോൾ കുറച്ച് മീൻ ഇട്ടുള്ളൂ കേട്ടോ, കുറച്ച് കറി വെച്ചുള്ളൂ. പിന്നെ ബീഫ് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ബീഫിന് തന്നെ വഴറ്റൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ കുഴച്ച് വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കുഴച്ചു. അപ്പോൾ എനിക്കെന്തോ കൈ ഭയങ്കര ചുട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനെ കുഴച്ചൊന്നും ഞാൻ വെക്കാറില്ല, പിന്നെ ഒത്തും ഇങ്ങനെ തന്നെ വെച്ചാൽ മതി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് കുറച്ചൊന്ന് കുഴച്ച് തരുമെന്ന് വെച്ചപ്പോൾ വന്നോട്ടോ. പാവം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊന്ന് കുഴക്കുകയാണ്. പിന്നെ അതിൽ ഉരുളക്കിഴങ്ങ് ഒത്തുവിന് തന്നെ ഇഷ്ടം ഉരുളക്കിഴങ്ങ്. എനിക്ക് ഞങ്ങളിവിടെ തീരെ ഉരുളക്കിഴങ്ങൊന്നും വെക്കും, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അങ്ങനെ ആരും എന്താ പറയുക ഉരുളക്കിഴങ്ങ് വന്നിട്ട് വെക്കില്ല. മലപ്പുറംകാർക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോൾ അങ്ങനെ അത് കുഴച്ചിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെത്തലത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതും മുത്ത് തന്നെ കേട്ടോ മസാല ആക്കിയത്. ഞാൻ സംസാരിക്കുമ്പോൾ നന്നായി കിതപ്പ് തോന്നുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. എനിക്കിപ്പോൾ അധികം സംസാരിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് കിതപ്പ് കിട്ടും. ഞാൻ ലൈവിൽ തന്നെ കുറച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മുത്തുവിനെ എടുത്ത് ചെയ്യാം. കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊക്കെ ജലദോഷമുണ്ട് നന്നായിട്ട്, ജലദോഷം ചുമയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയിൽ കണ്ടപ്പോൾ മുത്ത് പറഞ്ഞ ചോറ് തണുത്ത ചോറുണ്ടോ എന്നത് ഇതിട്ട് ഒരൈറ്റം ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ചെയ്യുന്ന പണി കേട്ടോ. ഇതിൻ്റെ ഷോർട്ട് ഞാൻ 2 ദിവസം മുന്നേ വീഡിയോ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ലൈക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനൊന്നും ഇങ്ങനെ കഴിക്കുന്നില്ല, എനിക്ക് മാങ്ങ ചോറൊന്നും കഴിക്കണത് ഇഷ്ടമൊന്നുമില്ല. ഞാൻ വെറുതെ ആർക്കാന്ന് അപ്പോൾ ഗർഭിണികളെ കഴിക്കുക. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട, എനിക്ക് തീരെ ഇഷ്ടമല്ല, എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ടാണ്, അതിൻ്റെ ബെനിഫിറ്റും ടേസ്റ്റൊന്നും എനിക്ക് അറിയാനായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ വക ഇതാക്കണം. എനിക്ക് അല്ലെങ്കിൽ ഈ ചോറും പഴം ഒക്കെ കുഴക്കണത് ഇങ്ങനെ പിലിവിലായി കുഴക്കണത് കാണുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനത്തെ ഞാനിതൊക്കെ തിന്നോ. അപ്പോൾ അതേ പിന്നെ അതിൽ കുറച്ച് തൈര് ഒഴിക്കുക കേട്ടോ. സംഭവം നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, ഹെൽത്തി ആവാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയില്ല. എന്നിട്ട് കുറച്ച് അതിൽ ഉപ്പിട്ടിട്ട് ആൾ കുഴച്ച് തിന്നട്ടോ. പിന്നെ ഇങ്ങനത്തെ ഈ എന്താ പറയുക തട്ടിക്കൂട്ടും കണ്ടാമുട്ടി സാധനങ്ങളെന്നൊക്കെ പറയാറില്ല, ഞങ്ങളങ്ങനെയൊക്കെ പറയും. അതൊക്കെ ആൾക്ക് നല്ല ഇഷ്ടം. അപ്പോൾ ഇരുന്ന് കഴിക്കുക. എനിക്ക് വേണ്ട അയച്ചു, ഞാൻ എനിക്കൊന്നും വേണ്ടാന്നുണ്ട്. അപ്പോൾ ആളെന്നെ ഇരുന്ന് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ കറിയൊക്കെ തൂമിക്കൊക്കെ ചെയ്തിട്ടാണ്, നമ്മൾ ആദ്യം തൂമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, മുത്തുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾക്ക് ട്രൈപോഡിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് ഉണ്ട്. ഇവിടെ കറിയൊക്കെ ഞാൻ തൂമിച്ച് ഒക്കെ സെറ്റാക്കി അടിപൊളി കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ചോറിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറിയും അതുപോലെ തന്നെ മാങ്ങപ്പിലിട്ടു. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബീഫ് കറി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോയിൽ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടല്ലോ, എന്ന് ക്ഷമിക്കണേ.